എല്ലാവർക്കും നമസ്കാരം. ഓം അമൃതേശ്വരിയെ നമ. ഇന്നൊരു സുദിനമാണ്. 21 വർഷക്കാലം മലയാളി മനസ്സിൽ ആസ്വാദനത്തിൻ്റെ ഋതുഭേദങ്ങൾ തീർത്ത ലോകാരാധ്യയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹാശിസുകളാൽ പവിത്രമായ അമൃത ടെലിവിഷൻ അതിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ പുതിയ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ്. ഇന്നും നാളെയുമായി സംഘടിപ്പിക്കുന്ന കളിയിൽ അല്പം കാര്യം സീസൺ 2 പവർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആൻഡ് ദിനേശ് ഫുഡ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ്ക്രീം എന്ന സൗജന്യ സമ്മർ ക്യാമ്പിലൂടെ അമ്മയുടെ ആശയങ്ങൾക്കും സന്ദേശങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിനിടയിൽ പ്രചാരം നൽകുക എന്ന ലക്ഷ്യവുമായി 2005 തുടക്കം കുറിച്ച അമൃത ടെലിവിഷൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളടക്കമുള്ള വ്യക്തികളുടെ മഹനീയ സാന്നിധ്യം നമുക്കേറെ അഭിമാനം പകരുന്ന ഈ സുന്ദര നിമിഷങ്ങളെ ധന്യമാക്കുന്നു. ഇനി കളിയിൽ അല്പം കാര്യം സീസൺ 2 പവർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആൻഡ് ദിനേശ് ഫുഡ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ്ക്രീം എന്ന പേരിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി അമൃത ടെലിവിഷൻ സംഘടിപ്പിക്കുന്ന സൗജന്യ സമ്മർ ക്യാമ്പിനെ കുറിച്ച് 2 വാക്ക്. അനുദിനം മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സമൂഹത്തിൽ സഹജീവികളോടുള്ള കാരുണ്യം, സ്നേഹം, ദയ എന്നിവയിലൂന്നിയ തികച്ചും മൂല്യവത്തായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അറിവ്, ആനന്ദം, ആഘോഷം എന്നിവ ആധാരമാക്കി അമൃത ടെലിവിഷൻ നേതൃത്വം നൽകി അവതരിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു അവധിക്കാല കൂട്ടായ്മയാണ് കളിയിൽ അല്പം കാര്യം സീസൺ 2 powered by Willy White Toothpaste and Dinesh Foods in association with Lasa Ice Cream. ഈ കൂട്ടായ്മയിൽ കൂടി യോഗ, മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ്, ആക്ടിംഗ്, സൂംബ, കളരി, AI ആൻഡ് റോബോട്ടിക്സ്, വെൻട്രിലോക്കിസം, ക്വിസിംഗ് ഗെയിം ഷോ, മോട്ടിവേഷണൽ സ്പീക്ക്, ഹാപ്പി പേരൻറ്റിംഗ്, മീറ്റ് ദി സ്റ്റാർ തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള അറിവ് അതാത് മേഖലയിലെ വിദഗ്ധർ നിങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. 2 ദിവസത്തെ ക്യാമ്പിൻ്റെ സമാപന ചടങ്ങിൽ വെച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ പരിശീലനത്തിൽ മികവ് കാട്ടുന്ന കുട്ടികൾക്ക് പാരിതോഷികം നൽകുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, മികച്ച കുട്ടികളുടെ ഡാറ്റാബേസ് അമൃത ടെലിവിഷൻ ഡിജിറ്റൽ വിഭാഗം ശേഖരിച്ച് വിവിധ വിഷയങ്ങളിൽ ടാസ്കുകൾ നൽകി അത് അവരവരുടെ സ്കൂളുകളിൽ അവതരിപ്പിച്ച് അതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അമൃത ടിവിയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടി ഈ ക്യാമ്പിനുണ്ട്. വിവിധ വിഷയങ്ങളിലെ അവതരണവുമായി ബന്ധപ്പെട്ട് ഏതാനും വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രസ്തുത വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപായി ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. അപ്പോൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സമ്മർ ക്യാമ്പ് ഇവിടെ ഭക്തി നിർഭരമായി തുടങ്ങുകയാണ്. നിലവിളക്ക് കൊളുത്താനായി മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ ആശ്രമ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരിയെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വര്യേ നമഃ. ഈ ഒരു സമ്മർ ക്യാമ്പിന് പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതോടൊപ്പം രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. അമൃത ടി വിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ ഒരു സമ്മർ ക്യാമ്പ് അറിവ്, ആനന്ദം, ആഘോഷം എന്ന പേരിൽ മുദ്രാവാക്യത്തോടുകൂടി നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായി തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അമൃത ടി വി കേവലം എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിലുപരി പ്രേക്ഷകരിൽ നല്ല ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് ആധ്യാത്മികമായ, ധാർമ്മികമായ വളർച്ച, മാനസികമായ സമഗ്രമായ ഒരു വ്യക്തിത്വ വികാസത്തിന് ഉതകുന്ന രീതിയിലുള്ള പരിപാടികളാണ് അമൃത ടി വികളിൽ ഉണ്ടാകാറ്. അതോടൊപ്പം ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാണിക്കുക എന്നുള്ളത് അമൃത ടി വിയുടെ മറ്റൊരു വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ഒരു പരിപാടി അമൃത ടി വി നടത്തുകയുണ്ടായി. നിർധനരായിട്ടുള്ള അനേകം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി. എന്തായാലും ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വലിയ പ്രയോജനം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ എന്ന്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവന് അറിവ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞു അറിവ് ആനന്ദം, ആഘോഷമാണ്. അറിവിലൂടെയാണ് ആനന്ദം നമുക്കുണ്ടാകുന്നത്. നമ്മൾ നിമിഷങ്ങൾ, ഓരോ നിമിഷവും അനുനിമിഷം അറിവിലൂടെയാണ് ആനന്ദം കാണുന്നത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അതുപോലെ രുചിക്കുന്നതും സ്പർശിക്കുന്നതും മണക്കുന്നതും ഒക്കെ അറിവുകളാണ്. ഓരോ വിധത്തിലുള്ള അറിവുകളാണ്. രൂപത്തെ കണ്ണുകൊണ്ടറിയുന്നു, ശബ്ദത്തെ ചെവി കൊണ്ടറിയുന്നു. ഇതൊക്കെ തന്നെയും നമുക്ക് ആനന്ദത്തിന് വഴിയൊരുക്കുന്നതാണ്. പക്ഷേ ആ ആനന്ദം സ്ഥിരമായി തീരുമ്പോൾ, നിരന്തരമായി തീരുമ്പോൾ അത് ആഘോഷമായി, ജീവിതം തന്നെ ഉത്സവമായി തീരുന്നത്, അതൊരു ആഘോഷമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജ്ഞാനം പൂർണ്ണമായി തീരണം. അപ്പോൾ ആ ഒരു ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി ഗീതയിൽ ഭഗവാൻ പറയുന്നത് ശ്രദ്ധാവാൻ, ശ്രദ്ധ എന്ന വാക്കിന് സംസ്കൃതത്തിൽ വിശ്വാസം എന്നൊരു ഇതാണ്. നമ്മുടെ മലയാളത്തിൽ അതിനെ ശ്രദ്ധ എന്നുള്ളത് ഏകാഗ്രത എന്നൊക്കെ നമുക്ക് പറയാം. അലേർട്ട്നെസ്, അവെയർനെസ് എന്നൊക്കെ പറയുന്നത്, അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മവിശ്വാസം, നമുക്ക് അറിവ് ലഭിക്കുവാൻ, ജ്ഞാനം ലഭിക്കുവാൻ ആദ്യമായി വേണ്ടത് നമുക്ക് ആത്മവിശ്വാസമാണ്. കുറച്ച് ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അതോടൊപ്പം ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ നമുക്ക് അറിവ് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരനായിരിക്കണം എന്നുള്ളതാണ്. തത്പരൻ എന്നുള്ളതിന് നമുക്ക് താല്പര്യം എന്നൊക്കെ നമ്മൾ ഇതിൽ പറയുമെങ്കിലും തത്പരഹ എന്ന് പറയുമ്പോൾ അത് തന്നെ പരം എന്നുള്ള അർത്ഥമാണ്. അതായത് അറിവ് നേടുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം. അറിവിലൂടെ മാത്രമേ ജീവിതത്തിൽ സുഖം ഉണ്ടാവുകയുള്ളൂ, സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ആ അറിവ് നേടാൻ ഏത് വിധത്തിലുള്ള ത്യാഗങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഓരോ വിദ്യാർത്ഥിക്കും മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ ഓർക്കുന്നത്, ഈ ഒരു പരിപാടിയോടനുബന്ധിച്ചിട്ട് ഇതിൻ്റെ അവസാനം ഇവരോടൊരു അഭ്യർത്ഥന വയ്ക്കുകയുണ്ടായിരുന്നു. ഈ ജില്ലയിൽ ഇപ്പോൾ 2 ദിവസം മുൻപ് +2യുടെ എക്സാമിൻ്റെ, ബോർഡ് എക്സാമിൻ്റെ ഫൈനൽ റിസൾട്ട് വരികയുണ്ടായി. അപ്പോൾ അതിൽ സയൻസ് സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള ആ കുട്ടിയെ ഇവിടെ വെച്ചിട്ട് അഭിനന്ദിക്കാമെന്ന് വിചാരിച്ചു, അനുമോദിക്കാൻ വേണ്ടി. നിനയ് വായൂത്ത് എന്ന് പറയുന്ന കുട്ടിയാണ്. അമൃത വിദ്യാലയത്തിലെ കുട്ടിയാണ്. അമൃത വിദ്യാലയത്തിലാണ് കുട്ടി പഠിക്കുന്നത്. ആ കുട്ടി ജില്ലയിൽ ഏറ്റവും കൂടുതൽ, സയൻസ് സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി പാസ്സായി. അപ്പോൾ ആ കുട്ടിയെ ഈ ഒരു അനുമോദനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ പറഞ്ഞത് 17-ാം തീയതി JEE എക്സാമാണ്. അപ്പോൾ ആ എക്സാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിൽ പങ്കെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് കൊണ്ട് ആഹാരം കഴിക്കുക, അത്യാവശ്യത്തിലുള്ള ആഹാരം, അത്യാവശ്യത്തിലുള്ള ഉറക്കം,
അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്, വീടിൻ്റെ മുറ്റത്ത് പോലും ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതൊരു ലക്ഷ്യബോധമാണ്. അത്രയും ലക്ഷ്യം, അത് തന്നെ പരം, അതാണ് തത്പരഹ എന്ന് പറയുന്നത്. ആ ഒരു ലക്ഷ്യം, നമ്മുടെ മനസ്സ് ഒരു ലക്ഷ്യത്തിൽ ഉറപ്പിക്കുക, ആ ലക്ഷ്യത്തിന് വേണ്ടി ഏത് ത്യാഗം സഹിക്കാനും തയ്യാറാകുക, എന്ത് വേണമെങ്കിലും ത്യജിക്കാൻ തയ്യാറാകുക. തത്പരഹ സംയതേന്ദ്രിയ, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും, കാരണം ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി നാം മുന്നിടുമ്പോൾ നമുക്ക് മറ്റു പല പലതിലേക്ക് നമ്മുടെ മനസ്സ് പോകും എന്നുള്ളതാണ്. അപ്പം ആ പല ആകർഷണങ്ങളിലേക്കും പോകുന്ന മനസ്സിനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നിർത്താൻ നമുക്ക് സംയമനം വേണം. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ തന്നെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം, ഇന്ന് വിദ്യാർത്ഥി സമൂഹം വലിയൊരു പല വിപത്തുകൾക്കും നമുക്ക് ചുറ്റുപാടുമുണ്ട്. മയക്കുമരുന്ന്, മദ്യം, അതുപോലെ വ്യത്യസ്തമായ ഇൻ്റർനെറ്റിൻ്റെ, മൊബൈലിൻ്റെ അമിതമായ ഉപഭോഗവും ഇതൊക്കെ തന്നെയും കുട്ടികളെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ അതിന് വേണ്ടത് നിയന്ത്രണമാണ്, ആത്മനിയന്ത്രണമാണ്, മനോനിയന്ത്രണമാണ്. അപ്പോൾ ഈ ഒരു മനോനിയന്ത്രണവും നേരത്തെ പറഞ്ഞതുപോലെ താല്പര്യം, നമ്മുടെ ലക്ഷ്യബോധം, ഇച്ഛാശക്തിയോടുകൂടി ആ ലക്ഷ്യം ഞാൻ എങ്ങനെയും നേടും എന്നുള്ള ഉറച്ച ബോധം, ബുദ്ധിയോടുകൂടി നീങ്ങുകയാണെങ്കിൽ, ആത്മവിശ്വാസത്തോടുകൂടി നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തിൽ നേടാൻ സാധിക്കാത്തതായിട്ടൊന്നും തന്നെയില്ല എന്ന് തിരിച്ചറിയുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ഈ സമ്മർ ക്യാമ്പ് ഉപകരിക്കട്ടെ. സമഗ്രമായ വ്യക്തിത്വ വികാസം നമ്മളിൽ ഉണ്ടാകുവാനുള്ള അതിനുള്ളൊരു നന്ദിയായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ജഗദീശ്വരിയായ അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.